ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയല്ല സാമൂഹിക വികസനം ഉണ്ടാകേണ്ടതെന്നും ഓരോ പൗരന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുമ്പോഴാണ് വികസനം സാധ്യമാവുകയുള്ളൂവെന്ന് മുൻ ചീഫ് സെക്രട്ടറി MS വിജയാനന്ദ് പറഞ്ഞു. പീപ്പിൾസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട് സംസ്ഥാനതല പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അണ്ടത്തോട് PB മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ മുൻ ചെയർമാൻ MK മുഹമ്മദ് അലി പ്രൊജക്ട് പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ പ്രൊജക്ട് വീഡിയോ പ്രകാശനം നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മുൻ ചെയർമാൻ PI നൌഷാദ് അധ്യക്ഷത വഹിച്ചു. നബാർഡ് തൃശൂർ DDM സെബിൻ ആന്റണി, ലീഡ് ജില്ലാ മാനേജർ മോഹനചന്ദ്രൻ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ശിവപ്രസാദ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി, DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ, പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൾ മജീദ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് K, അണ്ടത്തോട് കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട് കൺവീനർ സൈനുദ്ദീൻ TK എന്നിവർ സംസാരിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA ഷമീൽ സജാദ് സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ അബ്ദുസമദ് അണ്ടത്തോട് നന്ദിയും പറഞ്ഞു. കേരളത്തിലെ 11 തീരദേശ മലയോര പിന്നാക്ക പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ടിനായി തൃശൂർ ജില്ലയിൽ അണ്ടത്തോട് പാപ്പാളിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5% ആളുകളെങ്കിലും പാവപ്പെട്ടവരാണ്, അവർക്ക് ഒരുപാട് സഹായം വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത്, എങ്ങനെ ഒരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കും. ഇതൊക്കെയാണ് വികസനം. അല്ല, ഗുണഭോക്താവിനൊരു കൊടുക്കുന്നതല്ല വികസനം. എങ്ങനെ തിരഞ്ഞെടുക്കും? അത് സമൂഹം തന്നെ തിരഞ്ഞെടുക്കും. എങ്ങനെ തിരഞ്ഞെടുക്കും? എനിക്കിഷ്ടമുള്ള ഇയാളെന്ന് കൊടുക്കുമല്ല, ഒരു മാനദണ്ഡം വെച്ചിട്ട്. ആര് മാനദണ്ഡം ഉണ്ടാക്കണം? സമൂഹം ഉണ്ടാക്കും. അതാണ് കമ്മ്യൂണിറ്റി എംപവർമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ തന്നിഷ്ടം അനുസരിച്ച് ഇയാളാണ് പാവപ്പെട്ടവൻ, ഇയാളാണ് അർഹത എന്ന് തീരുമാനിക്കുന്നതല്ല. ആലോചിക്കും എന്താണ് അർഹത എന്നുള്ളത്. ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കണത്, ഞാൻ ഇവിടെ അട്ടപ്പാടിയിൽ ഒരുപാട്